അപ്പോൾ ലോക സിനിമ ഇറങ്ങിയപ്പോൾ പലരുടെയും ഡൗട്ടായിരുന്നു എന്തുകൊണ്ടാണ് നീലിക്ക് ഇത്രയും പ്രായമായത്. നീലി കുഞ്ഞായിരുന്നപ്പോഴാണല്ലോ ബാറ്റ് കടിച്ചത്. അപ്പോൾ ഫിലിമിൻ്റെ ടീം തന്നെ അത് പറഞ്ഞായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ. നീലിക്ക് പ്രായമാകും, പക്ഷേ നമ്മുടെ ഒരു റേറ്റ് അല്ലായിരിക്കും, അതിലും സ്ലോ ആയിരിക്കും നീലിക്ക് പ്രായമാകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ബാക്കി സൂപ്പർ ഹീറോസിനും ഏജ് ആവുന്നത്. അപ്പോൾ നമ്മുടെ മൂത്തോനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൂത്തോൻ ആദ്യമായിട്ട് എർത്തിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട് ടൈറ്റിൽ കാർഡിൽ. അപ്പോൾ മൂത്തോൻ ഭൂമിയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആൻസിസ്റ്റേഴ്സിനെ കാണുന്നതും ആൻസിസ്റ്റേഴ്സിന് തീ പരിചയപ്പെടുത്തുന്നതും കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹിസ്റ്ററി വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ തീ കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 മില്യൺ ഇയേഴ്സ് ആയിട്ടുണ്ട്. അതായത് ഒരു 15 ലക്ഷം വർഷം മുമ്പ്. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും മൂത്തോൻ എർത്തിലേക്ക് വരുന്നത്. അത് വെച്ച് നോക്കുവാണെങ്കിൽ മൂത്തോൻ വന്നിട്ട് ഒരു 15 ലക്ഷം വർഷമായി. അതായത് ഈ പ്രസൻറ്റിൽ മൂത്തോൻ ഒരു 70 വയസ്സ് ഉള്ള ഒരാളുടെ ഫിസിക്കായിട്ടായിരിക്കുമല്ലോ കാണിക്കുന്നത്. കാരണം മമ്മൂട്ടിക്ക് ഒരു 70 വയസ്സുണ്ട്. അപ്പോൾ മൂത്തോനും ഏകദേശം ആ ഒരു 70 വയസ്സുള്ള ഒരാളുടെ ഫിസിക്കായിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ആ ടൈറ്റിൽ കാർഡ് നോക്കുവാണെങ്കിൽ മൂത്തോൻ വരുമ്പോൾ ഒരു 40 വയസ്സുള്ള ഒരാളുടെ ഫിസിക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ 40 വയസ്സുള്ള ഒരാൾ 70 വയസ്സുള്ള ഒരാളാകാൻ വേണ്ടി 15 ലക്ഷം വർഷമാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു 30 ഇയർ എന്ന് പറയുന്നത് പുള്ളിക്ക് ഒരു 15 ലക്ഷം വർഷമാണ്. അതായത് 15 ലക്ഷം ഡിവൈഡ് ബൈ 30 എന്ന് പറയുമ്പോൾ 50,000 വർഷം. അതായത് പുള്ളിക്ക് ഒരു വയസ്സാകുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 50,000 വർഷമാണ്. നമ്മുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ 50,000 വർഷമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നീലി ഉണ്ടായിരുന്നത് ഒരു 9th സെഞ്ച്വറിയിലാണ്. അതായത് AD 800കളുടെ തുടക്കത്തിൽ, അതായത് ഒരു 1200 വർഷം മുമ്പ്. അപ്പോൾ ആ ടൈമിൽ നീലിക്ക് 9 വയസ്സ്. ഇപ്പം നീലിക്കൊരു 25 മാക്സിമം. അതായത് സണ്ണിക്കൊരു 25. ഒന്നില്ലേ സണ്ണിയുടെ സെയിം പ്രായമോ അതിൽ സണ്ണിനേക്കാൾ കുറച്ച് കുറവ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഏകദേശം 23 കൂട്ടാം. അപ്പോൾ 9 - 23 - 9 അതൊരു 14 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് 1200 വർഷം കൊണ്ടാണ് ആ ഡിഫറൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 1200 ബൈ 14 ഏകദേശം 85 വർഷം. അതായത് നമുക്കൊരു വർഷം ആവുന്ന ടൈം എന്ന് പറഞ്ഞാൽ നീലിക്ക് 85 വർഷമാണ്. മൂത്തോനാണെങ്കിൽ അത് 50,000 വർഷമാണ്. അപ്പോൾ എന്തായാലും മൂത്തോനൊരു ഏലിയനാണ്. നീലി ഒരു സാധാ മനുഷ്യനാണ്, കൺവേർട്ടായി വാമ്പയർ ആകുന്നതാണ്. അപ്പോൾ ആ ഡിഫറൻസ് ചിലപ്പോൾ അതുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫിലിമിൻ്റെ ടീം കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് നെക്സ്റ്റ് പാർട്ട് ഇറക്കുവാണെങ്കിൽ കൂടുതൽ വിശ്വസനീയമായിരിക്കും.